ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാട്ടോ. ഞങ്ങൾ ഉമൽ ക്വൈൻ ബീച്ചിലേക്ക് പോയിട്ടുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ UAE വന്നിട്ട് ഒത്തിരി ആയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഉമൽ ക്വൈനിലേക്ക് വരുന്നത്. ഫസ്റ്റ് ടൈമാട്ടോ. നമ്മുടെ UAEൻ്റെ 7 എമിറേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഡെവലപ്മെൻറ്റ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഒരു ഉമൽ ക്വൈൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മുടെ ഷാർജ, ദുബൈ, അബുദാബിയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റെൻറ്റും ഇവിടെ കുറവാണ് ഉമൽ ക്വൈനിൽ. ബിക്കോസ് ബിൽഡിങ്സും ഇവിടെ കുറവാട്ടോ. ഇത് ഇങ്ങനെ കൂടുതലും കാടും രണ്ട് സൈഡിലുമൊക്കെ ഇതുപോലെ മണലും ഒക്കെയാണ്. ബിൽഡിങ്സൊക്കെ കുറവാണ്. ചെറിയ ചെറിയ വില്ലാസ് പോലെയൊക്കെ ഉള്ളത് മാത്രമേ കാണുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഷാർജയും ദുബൈയും ഒക്കെ നോക്കുവാണെങ്കിൽ ഫുള്ള് എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഫുള്ള് ബിൽഡിങ്സൊക്കെയാണ്. അതും വലിയ വലിയ ബിൽഡിങ്സൊക്കെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കുറവാണ്. അപ്പോൾ മോള് കാറിയിരുന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങുന്ന ടൈമായിരുന്നു. 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കാറിയിരുന്ന ഒരു സുഖം ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീച്ച് എത്തിയപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ സമ്മറായപ്പോൾ തന്നെ ഇരുട്ടുന്നത് പതിയെ മാത്രമേ ഇരുട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ എത്തിയപ്പോൾ ഇവിടെ ഒരു പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഒത്തിരി തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആളൊക്കെ കുറവുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളൊക്കെ തീരെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബീച്ചിന് ചുറ്റുമൊക്കെ കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ വില്ലാസും ഒക്കെ ഇതിനടുത്തായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം മക്കളെ അവിടെ പാർക്കിലിരുത്തി അവിടെ ഒന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിൽ കുറച്ചൊരു തണൽ പോലെ ഉണ്ടായിരുന്നു. അപ്പം ദേ കണ്ടോ, നല്ല തിരക്കൊക്കെ തീരെ കുറവുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫിഷിൻ്റെ ഒരു ഇതുപോലെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോട്ട് പോലെയും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു സ്പോർട്സിൻ്റെ ഒരു ബിൽഡിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കളവിടെ പിന്നെ പാർക്ക് കണ്ടപ്പോഴത്തേക്കും പാർക്കല്ല, കുറച്ചിങ്ങനെ ഒരു സ്വിങ്ങും ഇങ്ങനെ സ്ലൈഡും ഒക്കെ കൂടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വന്നപ്പോൾ തന്നെ അതിൽ രണ്ടാൾക്കും അതിൽ കളിയായിരുന്നു. പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വെള്ളത്തിലിറങ്ങാനായിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലൊക്കെ ഒന്ന് താഴ്ന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് അവരവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുക.
കളിച്ചൊക്കെ തളർന്നപ്പോഴേക്കും പിന്നെ ഇനി എന്താ ബീച്ചിലേക്ക് പോകണം, വെള്ളത്തിലിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ പതിയെ ബീച്ചിലേക്ക് കൊണ്ട് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്നിട്ട് അങ്ങ് എൻഡിലെത്തുമ്പം ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവുക. പിന്നെ കാല് നനയ്ക്കാനൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു, നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പം നല്ലൊരു സുഖമായിരുന്നു. നല്ല തണുത്ത നല്ല ക്ലിയർ വാട്ടറായിരുന്നു. നല്ല പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല. കുറച്ച് ഫോറിനേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇറങ്ങണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് രണ്ടുപേരെയും ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് വെള്ളത്തിലൊന്ന് രണ്ടിനെയും മുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഒന്ന് ജസ്റ്റ് കുളിപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു. ഇത് കഴിഞ്ഞ് കയറിയതിന് ശേഷം തണുക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ബഹളമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളവും പിന്നെ ഇവർക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അതൊക്കെ കഴിച്ച് ഒക്കെയാണ് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വന്ന് സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടാട്ടോ തിരിച്ച് വന്നത്. ആ ഒരു സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. സൺസെറ്റൊക്കെ കാണാൻ ആ ഒരു സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ള് നമ്മളിങ്ങനെ ബാക്കിലിങ്ങനെ അവിടെ ഒരു ഇരിക്കാൻ അങ്ങനെ സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പം ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഈ വെയിലൊക്കെ ഒന്ന് താഴ്ന്നു വന്നപ്പോഴത്തേക്ക് ആൾക്കാർ നടക്കാനും അങ്ങനെയൊക്കെ കളിക്കാനും ഒക്കെ ഇപ്പോൾ അടുത്തൊക്കെ താമസിക്കുന്ന വില്ലയിലുള്ള ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു. ജസ്റ്റ് നടക്കാനും പിന്നെ മക്കളെ കളിപ്പിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ പിന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ ഒട്ടും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേ വർക്കിംഗ് ഡേയ്സിലൊക്കെ തിരക്ക് കുറവായിരിക്കുമല്ലോ. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.